എന്റെ ബൃഹത്തായ പടച്ച തമ്പുരാനെ അൽഫോൺസ് പുത്ര ആരി ഉള്ളിവടയ്ക്കും പകരം പല്ലിവട ഉണ്ടാക്കിയ ഏത് കാഞ്ചീപുരം കാഞ്ചന അത് ഇങ്ങനെ വട ഉണ്ടാക്കിയത്? ഇനിയിപ്പോ അറിയാതെ വല്ലതും പറ്റിയായിരിക്കുമല്ലേ, ഒരു ഗുണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം. നാട്ടുകാരെ കയ്യോടെ പിടിച്ച് അവിടെ ഒരു പെരിയ കലയുറമേ നടന്നിருக்கு. മണ്ടന്മാർക്ക് നോൺ വെജ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ തിന്നിട്ട് മിണ്ടാതെ പോകാതെ അവിടെ കിടന്ന് അഴുമ്പണ്. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന വട്ടച്ചോറി, കച്ചോറി. ആ കൊറോണ ചൂടാക്കി റീസൈക്കിൾ ചെയ്ത് വീണ്ടും കൊണ്ട് തട്ടു അങ്ങിയരിച്ച അങ്ങനെ ഇവരല്ലേ ആൾദൈവങ്ങൾ ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എനിക്ക് വൈകി അങ്ങനെ മതി. എന്റെ പൊന്നുമൊണ്ണകളെ മൂത്രസഞ്ചിയില് മൂലക്കുരുവരുമേടാ മൈ ഗുണപ്പന്മാരെ കൂടിക്കുന്നവരങ്ങനെ കാണിക്കാൻ വേണ്ടി ചലഞ്ച് എടുത്ത് നോട്ടെ ഉമാര്. ഉമാരെ തൊട്ട് ഫ്രണ്ടിൽ നോക്കി ഒരു ചത്ത കോഴി ചമഞ്ഞ് കിടക്കണം. വെള്ളത്തിലും തലച്ചോറ് കറണ്ടിരുന്ന അമ്മിയമാരെ തലക്കകത്ത് ഇരട്ടി ചിരിച്ചോണ്ട് ഇറങ്ങി വെളിയിൽ പോയി കാണും. ഏഷ്യൽപ്പം വെള്ളത്തിൽ തല മുക്കിയപ്പോ എന്റെ തലക്കകത്തിരുന്ന കറുത്ത ചെളി മൊത്തം മുതുവത്തൊലിച്ചിറങ്ങി. വീട്ടിൽ ചെല്ലി പാരസൈറ്റ് പല്ലിലിരുന്ന് പാട്ട് എടുത്തിട്ട് ഉറങ്ങുമ്പോ ഹ്യൂമൻസ് ഇവോൾവ്ഡ് ഇൻടു വുമൻസ്. അതാണ് ഉമാര്. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ പേടിക്കണ്ട, പണ്ട് മുതലേ പാരമ്പര്യമായി ചെയ്യുന്ന പ്രവൃത്തിയാണ്. പിന്നീട് പുതിയ യന്ത്രങ്ങൾക്ക് അത് വഴിമാറി കൊടുത്തപ്പോ തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ എണ്ണത്തിൽ ചുരുങ്ങിപ്പോയി. എന്നാലും കൊച്ചുകുട്ടികളെ വെച്ച് ഇത് ആവേശത്തോടെ തുടരുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു അതൃപ്തി. അന്യം നിന്ന് പോയില്ലല്ലോ. മനസ്സിലായോ എന്റെ കൂട്ടുകാർക്ക് ഇതെന്താണെന്ന്? അതെ, സിപ്പപ്പ്. അതന്നെ മുകളിലോട്ട് നീട്ടി വലിച്ചോണ്ടിരിക്കും. ഇതങ്ങ് അധോലോകത്തിന്റെ അടിവാരത്തുള്ള സ്ഥലമാണ്. അന്യർക്ക് ആർക്കും ഇവിടെ പ്രവേശനമില്ല. അക്രമികൾക്കും ക്രമക്കേട് ഉള്ളവർക്കും മാത്രമേ ഇത് ലഭിക്കൂ. ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ അൺലിമിറ്റഡ് സപ്ലൈ നടത്താനായി അധോലോക രാസവയർ രാവൂദ് ഇബ്രാഹിമിന്റെ കടം വാങ്ങിച്ചിട്ടുണ്ടത്രേ. പച്ചമുളകും ചീന തക്കാളിയും ചിത്രശലഭത്തിന്റെ ചലവും സമം ചേർത്ത് ചതച്ച് കുൻ ഫറക്കൂൻ എന്നങ്ങ് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒക്കെ ആമാശത്തിന്റെ അഹങ്കാരം പോലെ ഇരിക്കും. ആണ്ടെ ഒരുത്ത മകരവിളക്ക് സമയത്ത് അപ്പം മുട്ടക്കറിയും വിൽക്കാൻ പോയാൽ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയ ശേഷം ഇവിടെയാണ് പൊങ്ങണം. ഇപ്പൊ ഓംലെറ്റിന്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് വിതറാണ്. 10ാം ക്ലാസ് വരെ അശാസ്ത്രയിൽ A+ ഗ്രേഡ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഫുഡ് ടെക്നോളജി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ തട്ടിന്റെ പണിയാണ് പഠിക്കാൻ പറ്റിയ. അത് കളഞ്ഞിട്ട് പിന്നെ തറപ്പണിക്കാണ് പോയ. അല്ല അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. നിങ്ങൾ കൊൽക്കത്തയിൽ പോയിട്ട് കോമ്പിനേഷൻ കാലത്ത് എവിടെ നോച്ചാൽ ആൾക്കാർ തുപ്പി കാണിച്ചു തരും. ഇവനാണ് അവൻ കാലമാട. സ്വച്ഛ് ഭാരതത്തിനകത്ത് നിങ്ങൾ ഏതുരുളാക്കുഴി വഴി സഞ്ചരിച്ചാൽ ഇന്ത്യൻ TV സീരിയലിന്റെ പ്രസ്തുത പ്രധാന അപരാധ തീം സെയിം തന്നെയായിരിക്കും. സിമിലർലി അഖണ്ഡ ഭാരതത്തിൽ നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും ആമാശ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന വസ്തു വിശ്വസ്തുവല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ നിസ്സംശയം പറയട്ടെ. There is an ultimate forgotten universe in this Bharat. ISU, Indian Street Food Universe. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനേക്കാൾ വലുത്. പ്രേക്ഷകരെ പേടിപ്പിച്ച് പ്രകമ്പനം കൊള്ളിക്കാൻ പ്രവർത്തന പരിചയമുള്ള പച്ചയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന പടുവേടന്മാർ നടുവൊടിഞ്ഞ് അഭിനയിക്കുന്ന ദ റിയൽ യൂണിവേഴ്സ്. ശ്രദ്ധിക്കൂ, റിയൽ ലൈഫ് ഹൊറർ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ കാത്ത് മുതല വാ പൊളിക്കും പോലെ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് വായും തുറന്ന്. എന്നെ സേവകരായ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും സപ്പോർട്ട് എത്തുന്ന മറ്റൊരു യൂണിവേഴ്സ് വേറെ എവിടെയും കാണില്ല. ഡയറക്റ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഓ മൈ ഷേർഖാൻ, ഇന്ന് രാവിലെയും കൂടെ പുട്ടും കടലയും കൂടെ കയറ്റിയതേ ഉള്ളേ. സുഹൃത്തുക്കളെ, ഈ സാധനം കടലയാണോ ഉണ്ടാക്കണ? പക്ഷെ എനിക്ക് വയ്യ. ഞാൻ വല്ല വൈറ്റ് ഹൗസിലും പ്രസിഡന്റ് ആയിട്ട് ഇരുന്നോളാം. ഈ പണി ഞാൻ നിർത്തി. ആ ചാക്ക് നോക്ക് ചാന്ത് ഒഴിക്കണം അതിലല്ലേ. റംബൂച്ചുണ്ടെങ്കിൽ നീ കേരളത്തിലെ വീഡിയോ ഇട എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് പറയാനുള്ളതാണ്. ഇവിടെ ഇപ്പൊ പാല് ഇറക്കണ തൊട്ട് പ്രസവം എടുക്കണവരെ ഇന്ത്യക്കാരാണ് എന്റെ പൊന്നു സഹോദരന്മാരെ. വളരെ വാത്സല്യത്തോടും തന്മയത്തോടും നമ്മൾ ആ പണിക്കാരെ നോക്കി കഴിഞ്ഞാൽ അവരുടെ വേഷം, വായ, കൈ, കാല്, പരിസരം, ആ മെഷീൻ ഉണ്ടാക്കണ സാധനം പട്ടി കണ്ട 10 ദിവസം പിണങ്ങി നടന്ന് പള്ളു പറഞ്ഞ് പെരുവന്താനം വഴി പാരീസിലോട്ട് പോകളയും. പിന്നെ രാശ്വാസത്തിന് കടല നമ്മൾ വെള്ളത്തിലിട്ട് അതിനെ അന്ത്യശ്വാസം വലിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടൊക്കെയല്ലേ കഴിക്കാറുള്ളൂ. പക്ഷെ ഇവന്മാരിഞ്ഞ് വേറെ എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടാക്കണുണ്ടോ? ഇതല്ലാതെ ഭക്ഷണ വിശ്വാസികളെ, കേരളത്തിന്റെ പൂരപ്പറമ്പുകളെ സമ്പൂർണ്ണതയിൽ എത്തിക്കാൻ കുനിഞ്ഞു നിന്ന് കൂതറപ്പൊടി വിതറി കൈകൊണ്ട് കലത്തിലിട്ടിളക്കി കലാവിരുത് കാണിക്കാൻ കൊല്ലത്തിൽ ഒരിക്കൽ അവർ കള്ളി മുണ്ടും ഷർട്ടും ഇട്ട് ഇറങ്ങും. കൂട്ടുകാരെ, ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു പൂരപ്പറമ്പിലെ കോളിഫ്ലവർ. കൃത്രിമമായി അവർക്ക് ചേർക്കാൻ കുടുംബ പേരല്ലാതെ മറ്റൊന്നുമില്ല. വൃത്തിയും വെടുപ്പും വിശാല ഹൃദയരായ അവരുടെ നെഞ്ചത്തേയില്ല. വിയർപ്പൊന്നും അവർ വെളിയിൽ കളഞ്ഞിട്ടേയില്ല. ഉപ്പിട്ടാൽ അത് ലേശം കൂടി പോകത്തേയില്ല. വൃത്തിയില്ല, വെടിപ്പില്ല, വിവരമില്ല, പക്ഷെ വിദ്യാഭ്യാസം മാത്രമുണ്ട്. സഹോദര, വിഷത്തിന് എന്തിനാടാ കവർ? വാക്യൂം ക്ലീനർ അല്ല വയറ്. വെറുതെ നടക്കുമ്പോ വാങ്ങിച്ചു തിന്ന് ഇളക്. ഇതൊരു തദ്ദേശീയ സ്വയം മരണ സ്ഥാപനത്തിൽ നടക്കുന്ന സൽക്കാര ചടങ്ങ്. സമയം കളയാതെ എല്ലാരും ക്യൂ നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചോളി. അതൃപ്തിയിൽ നിങ്ങൾക്ക് ആത്മശാന്തി അടയട്ടെ. ആമീൻ. എനിക്ക് പറയാനുള്ളത്, ഇബ്ലീസിന്റെ പ്രവർത്തിക്ക് എന്തിനാണ് ഈമാനിന്റെ ശക്തി? അല്ല, അതിൽ ഇത്തിരി ഇഞ്ചി കുറവുണ്ടെന്ന് തോന്നണം. എനിക്ക് കണ്ടപ്പോ ഒരു നെഞ്ചുവേദന. അപ്പൊ ശരി.
ഒരുമാതിരി കുത ആപ്പീസ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഭക്ഷണ അപരാധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഈ വീഡിയോ ഭക്ഷണ അപരാധം തന്നെയാണ്. ദർ ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. വീക്ഷിക്കൂ കെയർഫുള്ളി. വളർന്ന് വെളിവില്ലാതായതാണോ വളർന്നപ്പോഴേ വെളിവില്ലാതായതാണോ എന്നറിയും. വെളിച്ചം തട്ടേ ഇവർക്കൊക്കെ വേഗിട്ടിളകും. വേഷം കണ്ട വെസ്റ്റേൺ മൊണ്ണകളെന്നേ പറയും. അടിച്ചക്കെ. ഇനിയാണ് കളി. നോക്കോ, ഫോർ എ റിയൽ ഹൊറർ ഈ പിള്ളേരൊക്കെ നാളത്തെ ഇന്ത്യയുടെ നടുവടിക്കാൻ പോകുന്നവരായിരിക്കണം. അവരാത് കാ മത്ലബ് ക്യാ ഹേ? അവരാത് കാ മത്ലബ് യേ ഹേ. എന്റെ മൊന്നെ മൂഞ്ചിയ പാറ് മൂഷിക മണ്ടായി. മൂത്രം 300 കിലോമീറ്റർ സ്പീഡിൽ വേണ്ടിയൊക്കെ വായിലടിച്ച് കയറ്റി കൊടുക്കണം. ആ ഗോൾ കപ്പെ പോലെ അണ്ണനെ നോക്കിയാണ് ഹേ പ്രഭു യേ മേ ക്യാ ദേഖ് രഹാ ഹൂ. ഓ ഹൗ റൊമാന്റിക്, ഐ ആം ഡിപ്രസ്ഡ്. നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്യണ? ചുക്കാമണിക്കൊരു ചന്തോയോ അല്ലേ? മണ്ഡലകാലം ഒരുവായി ആൾക്കാർ മല കയറാൻ തുടങ്ങുകയായി. ഇത് പഞ്ചാമൃതമാണെന്നാണ് എന്റെ ഒരു ഇത് തെലുങ്ക് ദേശത്താണ് ആൾക്കാർ കൈയിട്ട് ഇളക്കുന്നുണ്ട്. പക്ഷെ അത് പ്രശ്നമില്ല, കാര്യം അവർ ആ ഗ്രൂപ്പിനകത്ത് മാത്രമേ കഴിക്കുന്നുള്ളൂ. വെളിയിൽ കച്ചവടത്തിനൊന്നും പോണില്ലല്ലോ. ഒരു തവി ഉപയോഗിച്ചുകൂടെ എന്നൊരു ചോദ്യം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് എന്തെങ്കിലും ആചാരത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല. ഡൗട്ടാണ്. ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞിരണം. നോർമലി ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ ഓടി ഉണ്ടാകാറാണ് പതിവ്. പിന്നെ അവരെന്തോ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടല്ലേ അല്ലേ? പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കഴിക്കാൻ വന്നിടത്തും ചുണ്ടിന്റെ ഇടയിൽ നിന്ന് ചമ്പ് തൂണ്ടി എറിഞ്ഞപ്പോൾ ഒരു സ്വർണ്ണപ്പല്ല് അതിനകത്ത് വീണ്. അത് തപ്പിയെടുക്കണവന്മാര് രണ്ടെണ്ണം ഉറ്റോക്കെ നോക്കി ഉരുളിയെ പറ്റുണ്ടായ പിള്ളേരൊക്കെയായിരിക്കും അത്. ഇത് കുഴപ്പമില്ല, പൊറോട്ട അടിക്കണല്ലേ? നമ്മുടെ നാട്ടിലെ പൊറോട്ട അടിക്കുന്ന ഇങ്ങനെയാണല്ലോ അല്ലേ? പക്ഷെ ആ സൈഡിൽ എന്തോന്ന് കോരി ഇട്ടേക്കണ കോഴിക്കാട്ടോ. മുട്ടയൊക്കെ കഴിവിയൊന്നും കാണൂല. നേരെ കോഴിമൂലാസ്ത്രം വഴി വന്ന അതേപോലെ എടുത്ത് കയ്യിൽ പിടിച്ച് പൊട്ടിച്ച് വീത്തനാണ് എന്തൊണ്ണ. ആ കറാൻകുട്ടി മൂശേട്ടൻ കാണിക്കണോക്ക് മുട്ട പൊട്ടിച്ച് എന്റെ മോള് വീത്തിട്ട് കൈ വെച്ച് ഞളമ്പണതില്. ഇത് വാങ്ങിച്ചെന്ന് രാത്രി ഉറങ്ങിയ ശേഷം പൃഷ്ടാസുരശങ്കികൾ മൂലം പരവതാനിയിൽ പൊതിഞ്ഞ് പൈശാചിക പൊണ്ണകൾക്ക് പായസത്തിന്റെ കൂടെ പാരിതോഷികമായിട്ട് കൊടുക്കും അത്രേ. ഡമോ സുഹൃദൂരി ഭക്ഷണ വിശ്വാസികളെ, ഏതോ തേർഡ് പാർട്ടി ആപ്പ് വഴി ഡൗൺലോഡായി വന്ന അണ്ണനാണ്. കൂട്ടിയിട്ട് കത്തിച്ച ചവറ് കൂനയിൽ നിന്ന് കുതിച്ചു ചാടിയതുമാകാം. കഴിവുണ്ട് പോട്ട്, അതുകൊണ്ട് കളിയാക്കണ്ട, ജീവിക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ ഇനിയുള്ളതിനെ ഞാൻ ഉപദേശിക്കും. ചത്ത മീനൊക്കെ ചായ ഒടിച്ച് വിറ്റ ഇന്ന് ക്രിപ്റ്റോ കറൻസിക്കാളും വിലയാണ്. വാതുറന്ന മീനും വയറൂട്ടിയ ചാളയൊക്കെ ഇന്ന് വിമാനത്തിലാണ് യാത്ര. ഫോർമാലിൻ വെച്ച് ഉടുപ്പുണ്ടാക്കിയിട്ട് ഫോസ്ഫറസ് തളിച്ചവർ ജീവിപ്പിക്കും. സോദരന് ഇലക്ഷൻ സമയത്ത് ചുമരെഴുത്തായിരുന്നു പണി. സീസൺ മാറിയപ്പോ മീൻ കൊച്ചടത്ത് ഇറങ്ങി. സമാധിയായ മീനൊക്കെ ശാസ്ത്രത്തിന്റെ ചായം കൊണ്ട് ജീവിപ്പിക്കും. എന്നിട്ട് അത് ചന്തയെ കൊണ്ടിട്ട് വിൽക്കും. അത് വാങ്ങിച്ചിരുന്ന ആൾക്കാർ അമ്മേന്ന് വിളിക്കും. മാനത്തേണി തോട്ടിന്ന് പിടിച്ചോണ്ട് മറച്ചു വെക്കണ മക്കളാണ്. അവന്റെയൊക്കെ തലേന്ന് വെട്ടണ മുടി പോലും മായം ചേർക്കാതെ കളയൂല. കൊള്ളാട് അടിപൊളിഞ്ഞ് കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചോളൂ. അല്ലയോ തിരു മണഗുണാഞ്ച് മന്ത്രക്കാവടി മുണ്ണെ. ഇത്രയ്ക്കും കോമൺ സെൻസും സിവിക് സെൻസും ഇല്ലാത്തൊരു മുണ്ണനെ അരിയും കറിയും കൊടുത്ത് വളർത്തിയതിനേക്കാളും നല്ലത് അറുക്കാൻ കൊടുക്കണമായിരുന്നു. രാജ്യദ്രോഹ കുറ്റം ഉണ്ടാക്കാം. അമ്മാന്ന് രക്ഷമിണ്ടാതായി പൂവും കണ്ടുപിടിച്ച ഒറ്റ ബുദ്ധി മന്ദബുദ്ധി കൂടെ ചേരുമ്പോ ഈ പന്ന ബുദ്ധി ഉണ്ടാവും. നീ വല്ല കല്ലുവെട്ടാൻ കുഴിയിലും പോയി കമിഴ്ന്ന് കളടാ. തലയെ കൂടെ മണ്ണിട്ട് മൂടിട്ടാരെങ്കിലും. നിന്നെ എങ്ങനെ ആർക്കാ വീട്ടുകാർ വെച്ച് ഉറപ്പിക്കണത്? ഓ അത്രമേൽ അത്ഭുതം നീ ആമസോൺ കുഞ്ചു. സുഹൃത്തുക്കളെ, കാട്ടിക്കേറി കടന്നു വെട്ടിയ ചന്ദനം ചാലിച്ച ചന്ദനത്തടിയാണ് ഈ കാണുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. മലയെണ്ണാൻ തേങ്ങാപ്പൂള് തിന്നണ എക്സ്പ്രഷൻ ഇട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ സ്നാക്സ് എന്നും പറഞ്ഞ് വാങ്ങിച്ച് കുറിക്കണ എന്തോ ഒരു സാധനമാണ്. എന്ത് സാധനമാണെന്നുള്ളത് ആർക്കേലും അറിയാമെങ്കിൽ പറഞ്ഞിരണം. കുഴലപ്പത്തിന് ചൈനീസ് തന്തയിലുണ്ടായ എന്തോ വെറൈറ്റി സ്നാക്ക് ആണെന്ന് തോന്നണം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതൊക്കെ വാങ്ങിച്ച് സെറ്റാണ് ഓരോരുത്തർ ഗ്യാസ് ചുറ്റി ഉരുണ്ട് പോകണൊക്കെ റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോണത്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ മന്ത്രം ജപിപ്പിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. അതാകുമ്പോൾ മൂലക്കിരുന്ന് തൊടാതിരുന്ന് ഉണ്ടാക്കും. അല്ലാത്ത പക്ഷേ ഇവർ കാലും കൈയും കഴുത്തും അകത്തൊളിപ്പിച്ച് വെച്ചേക്കണ ക്യാബേജ് സഹിതം ഇട്ട് ഇളക്കിയിട്ടേ ഫുഡ് ഉണ്ടാക്കൂ. ശരിക്കും നമ്മളൊക്കെ സമ്മതിക്കുന്നോടെ ഒരു ദിവസം കടന്നു പോവാൻ നമ്മൾ എന്തൊക്കെ കാണണം. ശരിക്കും എന്റെ ത്രിഗുണം ഞാൻ എന്നെ കൊണ്ട് ചോദിപ്പിച്ച് പോവുകയാണ്. ഇവർക്കെല്ലാം തലച്ചോറ് ഇരിക്കുന്നത് മുട്ടിന്റെ ചിരട്ടയിലാണ്. ഇത് പാക്ക് ചെയ്തിരിക്കുന്ന പെണ്ണിന്റെയൊക്കെ നട്ടൽ അവിടെ ഇരുന്ന് വേറെ ഇറങ്ങി കാണും. നോക്ക്, അവിടെ ഇരുന്ന് ഫുള്ള് പാക്ക് ചെയ്തിട്ട് എണീക്കുമ്പോൾ നടു 4 പീസായിട്ട് താമര വിരിയും പോലെ വിരിഞ്ഞിരിക്കും. എന്നാലും നോക്കടേ, കത്തിക്കാൻ വിറവ് കൂട്ടിയിട്ടേക്കണ ആദ്യമാണ് ആഹാര സാധനം കൂട്ടിയിട്ടേക്കണം. എത്ര വിവരമുണ്ട് ഇവർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കോ, കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഹാർപ്പിക്കിന്റെ ബോട്ടിലും കൂടെ കരുതേണ്ടതാണ്. കഴിവിട്ട് വേണം തിന്നാൻ. പേരുള്ള ധമാൽ പോള അടിച്ച് ധമാൽ തിരിക്കണം ഇതുപോലെ. അല്ല, ഇവന്റെ സ്ട്രീറ്റ് ഫുഡ് ഒന്നും തിന്നണ്ട. ഇച്ചിരി കരുവാട് കൂട്ടി അല്പം കഞ്ഞി കുടിക്കാന്ന് വെച്ചപ്പോ അടക്കണ അരി മുഫ്തി മണ്ണെണ്ണ മുഫ്തി. കരുവാടിന്റെ കൊണാരടിക്കുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾ ഈ കാണുന്ന. ജസ്റ്റ് ഫോർ ദ ഹൊറർ റിയാലിറ്റി, ഇത് ബംഗ്ലാദേശാണ്, കേരളമല്ല. കണ്ടവനാണ് സത്യം അച്ചാരം കൂട്ടി അരിഷ്ടം കുടിക്കാൻ വരെ പേടിയാണ് ഇപ്പൊ. സത്യം പറയല്ലേ, മനുഷ്യന്റെ നാഗരികത നഗരം വിട്ട് നാറാണ കല്ലെടുത്ത് ഓടി. ശരിക്കും നിങ്ങൾ കണ്ട പുഴുത്ത കാലിനെ ചവിട്ടി അമുക്കണ കുടത്തിനകത്ത് കരുവാട്. ഏരിയയില് ഫ്യൂച്ചറിൽ കൊള്ളക്കാരി കവർച്ചാശ്രമം നടത്തി ഉമ്മാരെ തലച്ചോറ് കവർന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ കോമയെ കിടക്കട്ടല്ല. പിന്നെ ഇതൊരു കേക്ക് വാങ്ങിച്ചപ്പോഴത്തേക്കും കേക്കിനകത്ത് കേക്ക് ഉണ്ടാക്കിയ അണ്ണന്റെ ഷഡ്ജം ആണെന്ന് തോന്നുന്നു. അതിനകത്തൊന്ന് കിട്ടി. എനിക്ക് പണ്ട് സലീംകുമാർ പറഞ്ഞാണ് ഓർമ്മ വരുന്നത്. ഇത് ഏതോ റബ്ബർ പോലത്തെ പച്ചക്കറിയാണ്. ഇത് സംഭവം മാസ്ക് ആണ്. എനിക്കൊന്ന് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അണ്ണ ഒന്ന് തുമ്മിയപ്പോ മാസ്ക് തെറിച്ച് അതിനകത്ത് വീണ്. അങ്ങനെ അത് പിന്നെ മറന്നുപോയി കാണും. നല്ലോണം ആ കേക്ക് ഒന്ന് അരിച്ചവർക്ക് ചിലപ്പോൾ മൂക്കളെ അതിനകത്ത് തന്നെ കാണും. തെരുവിലാണ് പ്രശ്നമെങ്കിൽ തെക്കേ സ്ഥാനത്ത് ഉത്ഭവിച്ച തണ്ടർ തട്ടുകടയിൽ നമ്മൾ കയറി കഴിക്കാറില്ല. അമ്മാതിരി ഒരു കടയാണിത്, മെക്ഡോണൽഡ്സ്. കണ്ട ആ പൂപ്പൽ പിടിച്ചിരിക്കുന്ന സാധനം എന്തരുത്. എന്തോ നീച്ച മുട്ട. ഇതൊക്കെ ഉള്ള